Fifth question, identify which of the following expressions are equal to the given expression without computation. അപ്പോൾ നമുക്കിവിടെ ഒരു എക്സ്പ്രഷൻ തന്നിട്ടുണ്ട് 83 മൈനസ് 37 മൈനസ് 12. ഇതിനോട് ഈക്വൽ ആയിട്ട് വരുന്ന ഇതിലേത് എക്സ്പ്രഷൻ ആണ് വരിക എന്നുള്ളത് നമ്മൾ എഴുതണം. എങ്ങനെ കണ്ടുപിടിക്കണം? വിത്തൗട്ട് കമ്പ്യൂട്ടേഷൻ. അതായത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാതെ വേണം നമ്മളത് ഇതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട്. യു മേ റീറൈറ്റ് ദി എക്സ്പ്രഷൻസ് യൂസിങ് ടേംസ് ഓർ റിമൂവിങ് ബ്രാക്കറ്റ്സ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്പ്രഷൻസിനെ റീറൈറ്റ് ചെയ്യാം. ടേംസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തോ ഒക്കെ നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷനെ നമുക്ക് റീറൈറ്റ് ചെയ്യാം. ദർ ക്യാൻ ബി മോർ ദാൻ വൺ എക്സ്പ്രഷൻ വിച്ച് ഈസ് ഈക്വൽ ടു ദി ഗിവൺ എക്സ്പ്രഷൻ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനിൽ ഒന്നിൽ കൂടുതൽ എക്സ്പ്രഷൻസ് നമുക്ക് തന്നിരിക്കുന്ന ഈ എക്സ്പ്രഷനോട് ഈക്വൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 83 മൈനസ് 37 മൈനസ് 12 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്പ്രഷൻ 84 മൈനസ് 38 മൈനസ് 12 ആണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് ടേം തന്നെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ടേംസ് യൂസ് ചെയ്തോ ബ്രാക്കറ്റ് റിമൂവ് ചെയ്തോ ഒക്കെ നമുക്ക് എക്സ്പ്രഷനെ റീറൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഞാനിവിടെ ഈ 84നെ നമുക്കിവിടെ 83 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് 84നെ 83 പ്ലസ് 1 എന്ന് എഴുതുന്നു. മൈനസ് ഇനി അടുത്ത ടേം നമുക്കിവിടെ 38 ആണ്, പക്ഷേ ഇവിടെ 37 ആണ്. അതുകൊണ്ട് 38നെ ഞാൻ 37 പ്ലസ് 1 എന്ന് എഴുതുന്നു. അപ്പോൾ ഇവിടെ മൈനസ് സൈൻ ആയതുകൊണ്ട് എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഇടണം കേട്ടോ. നെഗറ്റീവ് സൈൻ ആണ് നമ്മുടെ നമ്പറിന് മുമ്പിലുള്ളതെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുമ്പോൾ ബ്രാക്കറ്റ് ഇടണം. ഇനി അടുത്ത ടേം രണ്ടിടത്തും 12 തന്നെയാണ്, അതുകൊണ്ട് അത് അതേപോലെ തന്നെ എഴുതുന്നു. ഇസ് ഈക്വൽ ടു ഇനി ഞാനിവിടെ ബ്രാക്കറ്റ് റിമൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 83 പ്ലസ് 1. ഇനി ബ്രാക്കറ്റ് റിമൂവ് ചെയ്യുമ്പം ബ്രാക്കറ്റിന് മുൻപ് നെഗറ്റീവ് സൈൻ ആണ്. എന്ത് സംഭവിക്കും? ടേംസിൻ്റെ സൈൻ ചേഞ്ച് ആവും. അപ്പോൾ 37 ബ്രാക്കറ്റിനകത്ത് പോസിറ്റീവ് ആണ്, അപ്പോൾ അത് നെഗറ്റീവ് ആയിട്ട് മാറും. നെഗറ്റീവ് 37. 1ഉം പോസിറ്റീവ് ആണ്, അതും നെഗറ്റീവ് ആയിട്ട് മാറും. മൈനസ് 12. ഇനി ഇതാ ഇവിടെ നോക്കിയേ, ഇവിടെ 2 1 ഉണ്ടല്ലേ? അതിൽ ഒന്ന് എന്താണ്? 1 പ്ലസും 1 മൈനസും ആണ്. ഒരേപോലത്തെ ടേമുകളാണ്. അതിൽ 1 പ്ലസും 1 മൈനസുമാണ്. അപ്പോൾ ഈ രണ്ട് ടേമുകൾ എന്തായിട്ട് പോകും? ഈ രണ്ട് ടേമുകളും കൂടെ 0 ആയിട്ട് പോകും. അതായത് 1 പ്ലസ് 1ഉം 1 മൈനസ് 1ഉം ആണ് അല്ലേ? അപ്പം ഓപ്പോസിറ്റ് സൈനുള്ള ഒരേപോലത്തെ രണ്ട് ടേമുകൾ ഉണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. അതായത് പ്ലസ് 1ന് പ്ലസ് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 1 മൈനസ് 1 ഈസ് 0. അത്ര നിങ്ങളങ്ങ് ഓർത്താൽ മതി കേട്ടോ. ബാക്കി എന്തൊക്കെയാ ഉള്ളത്? 83 മൈനസ് 37 മൈനസ് 12. കണ്ടോ? നമുക്ക് ആദ്യത്തേനോട് സെയിം ആയിട്ടുള്ളത് നമുക്ക് കിട്ടി. 83 മൈനസ് 37 മൈനസ് 12 എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ആദ്യത്തേനോട് ഈക്വൽ ആയിട്ടുള്ളതാണ്. ഇനി നമുക്ക് അടുത്തത് ചെയ്ത് നോക്കാം. 84 മൈനസ് 37 പ്ലസ് 12. അപ്പോൾ ഇവിടെ 37ഉം 12ഉം ഒരേപോലെയാണ്, പക്ഷെ ഫസ്റ്റ് ടേം 84 ആണ്. അപ്പോൾ നമ്മൾ ബ്രാക്കറ്റ് മാറ്റിയിട്ടും കാര്യമില്ല. അപ്പോൾ സെക്കൻഡ് വൺ ഇല്ല. ഇനി അടുത്തത് തേർഡ് വൺ 83 മൈനസ് 38 മൈനസ് 13. ഇത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ടേം 83 ആണ്. അപ്പോൾ 83 അതേപോലെ തന്നെ എഴുതി. ഇവിടെ 37ഉം ഇവിടെ 38ഉം ആണ്. അതുകൊണ്ട് ഈ 38നെ ഞാൻ 37 പ്ലസ് 1 എന്ന് എഴുതുന്നു. ഇനി ഇവിടെ 12 ഇവിടെ 13 ആണ്. അതുകൊണ്ട് 13നെ ഞാൻ 12 പ്ലസ് 1 എന്ന് എഴുതുന്നു. ഇനി നമുക്കൊന്ന് ബ്രാക്കറ്റ് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ 83 മൈനസ് 37 മൈനസ് 1 മൈനസ് 12 മൈനസ് 1. അപ്പോൾ നോക്കിയേ, ഇവിടെ 83 അതുപോലെ കിട്ടി, നെഗറ്റീവ് 37 അതുപോലെ കിട്ടി, നെഗറ്റീവ് 12 അതുപോലെ കിട്ടി. പക്ഷേ എക്സ്ട്രാ 2 നെഗറ്റീവ് 2 ആണ് അല്ലേ? ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആയിരുന്നെങ്കിൽ അത് 0 ആയിട്ട് മാറിയേനെ. പക്ഷേ ഇവിടെ രണ്ടും നെഗറ്റീവ് ആണ്. അപ്പോൾ ഇതും എന്തല്ല? അതിനോട് ഈക്വൽ അല്ല. ഇനി അടുത്ത നോക്കിയേ, ഇവിടെ 83 പോസിറ്റീവ് ആണ്, ഇവിടെയും പോസിറ്റീവ് ആണ്. ഇവിടെ 37 നെഗറ്റീവ് ആണ്, ഇവിടെയും നെഗറ്റീവ് ആണ്. ഇവിടെ നെഗറ്റീവ് 12 ആണ്, ഇവിടെയും നെഗറ്റീവ് 12 ആണ്. അപ്പം ഏതൊക്കെ ഓപ്ഷൻസ് ആണ്? ഫോർത്ത് ഓപ്ഷനും സെയിം ആണ്. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷനും ഫോർത്ത് എക്സ്പ്രഷനുമാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷനോട് ഈക്വൽ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിൽ നോക്കിയേ, 93 പ്ലസ് 37 into 44 plus 76.
ഇവിടെ നമുക്ക് ടേമുകൾ വെച്ചിട്ടൊന്ന് നോക്കാം. എല്ലാ നമ്പേഴ്സും ഇവിടെ ഒരേപോലെയാണ് അല്ലേ? എല്ലാത്തിലും 37, 93, 44, 76 ടേമുകൾ എല്ലായിടത്തും ഒരേപോലെയാണ്. ടേമുകൾക്ക് വ്യത്യാസമില്ല. ടേം അല്ല, നമ്പേഴ്സ്. അപ്പോൾ നമുക്കിവിടെ ടേം വെച്ചിട്ടൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഇവിടെ ടേം ഏതൊക്കെ വരും? 93. നമ്മൾ പ്ലസ് സൈൻ വെച്ചിട്ടാണ് ടേമുകളെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 93 ഒരു ടേമാണ്, 37 × 44 ഒരു ടേമാണ്, 76 ഒരു ടേമാണ്. അപ്പോൾ ടേമുകൾ ഒരേപോലെ വരുന്നത് ഇതിലേതുണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഫസ്റ്റ് വണ്ണിൽ നോക്കിയേ 37 ഒരു ടേമാണ്. പക്ഷേ ഇവിടുത്തെ ടേം 37 × 44 ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് മനസ്സിലായി ഇതിനോട് ഈക്വൽ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇവിടുത്തെ ടേമുകൾ ഏതൊക്കെയാണ്? 37, 93 × 44, 76. ടേമുകൾ ഡിഫറൻ്റ് ആണ് മുകളിലത്തതുമായിട്ടല്ലേ? ഇനി അടുത്തതിൽ നോക്കിയേ 93 ഒരു ടേമാണ്, അതൊക്കെയാണ്. അടുത്തത് 37 × 76 ആണ് ടേം വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ 37 × 44 ആണ് ടേം വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുമല്ല. ഇനി അടുത്തതിൽ നോക്കിയേ 93 + 37 ആണ് ഒരു ടേം ആയിട്ട് തന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ 93 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പറ്റില്ല. അടുത്തതിൽ നോക്കിയേ 93. ഇവിടെ ടേമുകൾ ഏതൊക്കെയാണ്? 37 × 44 ഒരു ടേമാണ്, 93 ഒരു ടേമാണ്, 76 ഒരു ടേമാണ്. അപ്പോൾ അതേപോലെ ആണല്ലോ. 37 × 44 ടേമാണ്, 93 ടേമാണ്, 76. അപ്പോൾ ഓപ്ഷൻ 4 മാത്രമേ ഉള്ളൂ സെയിം ആയിട്ട് വരുന്നത് കേട്ടോ. അടുത്തത് ചൂസ് എ നമ്പർ ആൻഡ് ക്രിയേറ്റ് 10 ഡിഫറെൻറ്റ് എക്സ്പ്രഷൻസ് ഹാവിങ് ദാറ്റ് വാല്യൂ. അപ്പോൾ ഇത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ചാപ്റ്റർ ഫുള്ള് കഴിഞ്ഞു. ഇനി പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.